നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അയാളെ സ്നേഹിക്കാനും അയാളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനും ഈ ജന്മത്ത് എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അന്നും ഇന്നും ഞാൻ അയാളെ എന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് കണ്ടിട്ടേയില്ല. അസംബന്ധം പറയരുത്. ജീവിതം കൈവിട്ടു നിൽക്കുന്ന സമയത്ത് നിന്റെ കഴുത്തിൽ താലി കിട്ടിയവനാണ് നിരഞ്ജൻ. ഇത്രയും വർഷത്തിനുള്ളിൽ നീ അവനെ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം. അധിക്ഷേപിക്കുകയും നിന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവൻ ഇതുവരെ നിന്നെ വിട്ടു പോയിട്ടില്ല. എങ്ങനെ പോകും? ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിന്റെ അധികാരിയായിട്ട് ഡാഡി അയാളെ പ്രതിഷ്ഠിച്ചിരിക്കല്ലേ. അതിനുള്ള നന്ദി അയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്ക് തെറ്റി. നിരഞ്ജൻ നീ ഉദ്ദേശിക്കുന്ന ആളല്ല. പണത്തിനോട് ഒരിക്കലും ആർത്തിയുള്ള ആളല്ല നിരഞ്ജൻ. നിന്നെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ അവനോട് ആവശ്യപ്പെട്ടപ്പോ അവൻ എന്നോട് ചോദിച്ചത് ഒന്ന് മാത്രമാണ്. ഹോസ്പിറ്റലായിരിക്കും. അല്ല, കുറച്ച് രോഗികൾക്കെങ്കിലും സൗജന്യമായി ചികിത്സ നടത്താനുള്ള ഒരു ചാരിറ്റിയുടെ സൗകര്യം മാത്രമാണ് അവൻ എന്നോട് ചോദിച്ചത്. പഠിക്കുന്ന കാലത്തെ എനിക്ക് അവനെ അറിയാം. നീ അവനെക്കുറിച്ച് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഇതുപോലെ ഒരു ഭർത്താവിനെ നിനക്കൊരു ജന്മത്തിലും കിട്ടില്ല. ഒരു കാര്യം നീ ഓർത്തു, വിശാൽ നിന്റെ ജീവിതത്തെ കൊടുങ്കാറ്റായി വന്ന് പിടിച്ചുലയ്ക്കും. അപ്പോഴും നിന്നെ സംരക്ഷിച്ചു നിർത്താനും സ്നേഹിക്കാനും നിരഞ്ജൻ മാത്രമേ ഉണ്ടാവൂ. വിശാലിന്റെ വരവ് നിന്റെ ജീവിതത്തിന്റെ തകർച്ച ലക്ഷ്യം വെച്ചിട്ടാണ്. ഇവിടെ നിന്നെ രക്ഷിക്കാൻ നിരഞ്ജന് മാത്രമേ കഴിയൂ. നിന്നെ രക്ഷിക്കാൻ എനിക്കറിയാം. അതിനാരുടെ സഹായം എനിക്ക് ആവശ്യമില്ല. വിശാലിന് എന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ല.